ഹലോ, ഞാൻ PC ശശികുമാർ. എല്ലാവർക്കും സിനിമാ കമ്പം ചാനലിലേക്ക് സ്വാഗതം. ലോകം ഇപ്പോൾ ഒരു പന്തിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ലോകകപ്പിൻ്റെ ലഹരിയിലാണ് ഇപ്പോൾ എല്ലാവരും. ഫുട്ബോൾ എന്നും ലോകമാസകലമുള്ള ജനങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട കായിക വിനോദമാണ്. സ്റ്റേഡിയങ്ങളെ മാത്രമല്ല, സിനിമയെയും ഫുട്ബോൾ എന്നും പ്രചോദിപ്പിച്ചിട്ടുണ്ട്. ഫുട്ബോളുമായി ബന്ധപ്പെട്ട ഒരുപാട് സിനിമകൾ ലോക സിനിമയിൽ, പ്രത്യേകിച്ചും ഹോളിവുഡിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രശസ്ത ഹോളിവുഡ് സംവിധായകനായ ഡാനി കാനൺ സംവിധാനം ചെയ്ത ഗോൾ ദി ഡ്രീം ബിഗിൻസ് എന്ന ഫുട്ബോളിനെ അടിസ്ഥാനമാക്കി ചെയ്ത സിനിമ ലോകമാസകലമുള്ള പ്രേക്ഷകരെ ആകർഷിച്ചിട്ടുണ്ട്. ഗുരീന്ദർ ഛദ്ദ സംവിധാനം ചെയ്ത ബെൻഡ് ഇറ്റ് ലൈക്ക് ബെക്കാം എന്ന ലോക ഫുട്ബോളറോടുള്ള ആരാധനമൂത്ത് ഒരു പെൺകുട്ടി നേടുന്ന വിജയമാണ് പ്രമേയമാക്കിയത്. ജാഫർ പഹാനി സംവിധാനം ചെയ്ത ഇറാനിയൻ സിനിമയായ ഓഫ് സൈഡ് ആകട്ടെ, ഫുട്ബോൾ കാണുന്നതിൽ നിന്നും സ്ത്രീകളെ വിലക്കിയ ഇറാനിയൻ ഭരണകൂടത്തോടുള്ള സർഗാത്മക പ്രതിഷേധമായിരുന്നു. പിന്നീട് ഇറാൻ ഫുട്ബോൾ കാണുന്നതിനായി സ്ത്രീകൾക്ക് ഫുട്ബോൾ സ്റ്റേഡിയം തുറന്നു കൊടുത്തു എന്നുള്ളത് ചരിത്രം. അതുപോലെ ഫുട്ബോൾ മാന്ത്രികനായ, ഫുട്ബോൾ ദൈവമായ പെലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത ഹോളിവുഡ് നടൻ സിൽവസ്റ്റർ സ്റ്റാലിയോന്റെ കൂടെ ദി ഗ്രേറ്റ് വിക്ടറി എന്ന സിനിമയിൽ പെലെയും ഒരു ഫുട്ബോൾ താരമായി അഭിനയിച്ചിരുന്നു. ഇങ്ങനെ പോകുന്നു ഹോളിവുഡിലെ ഫുട്ബോൾ ചരിത്രം. എന്നാൽ നമ്മുടെ മലയാള സിനിമകൾ പൊതുവെ ഫുട്ബോളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്പോർട്സോ ഒന്നും തന്നെ പ്രമേയമാക്കുന്നതിൽ പലപ്പോഴും വിമുഖത കാണിച്ചിരുന്നു. എന്നാലും ഫുട്ബോളുമായി ബന്ധപ്പെട്ട ചില സിനിമകൾ നമുക്ക് ഓർക്കാതിരിക്കാൻ വയ്യ. സുഡാനി ഫ്രം നൈജീരിയ, സെവൻസ് ഫുട്ബോളിൻ്റെ ഒരു ക്ലബ്ബ് മാനേജറായ മജീദിൻ്റെയും പരിക്കേറ്റ നൈജീരിയൻ ഫുട്ബോളറായ സാമുവലിൻ്റെയും കഥ പറഞ്ഞ ഹൃദയസ്പർശിയായ സിനിമയായിരുന്നു അത്. 2007 പുറത്തിറങ്ങിയ ഗോൾ എന്ന സിനിമയാകട്ടെ, ഒരു പ്രശസ്ത ഇന്റർനാഷണൽ സ്കൂളിൽ സ്പോർട്സ് കോട്ടയിൽ പ്രവേശനം നേടുന്ന ഒരു ഫുട്ബോൾ കളിക്കാരൻ്റെ കഥയാണ്. എന്നാൽ അതിനു മുമ്പ് 1982 ഫുട്ബോൾ എന്ന പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. നെടുമുടി വേണുവും സെറീന വഹാബും അഭിനയിക്കുന്ന ഈ സിനിമ ഫുട്ബോളിന് ഏറെ പ്രാധാന്യം കൊടുത്ത ഒരു പ്രമേയമാണ്. ഫുട്ബോൾ പ്രമേയമായി വന്ന മറ്റൊരു സൂപ്പർ സ്റ്റാർ സിനിമ കൂടി നമുക്കുണ്ട്. അതാണ് മോഹൻലാൽ അഭിനയിച്ച മഹാസമുദ്രം. ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനായാണ് മോഹൻലാൽ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനുമൊക്കെ എത്രയോ മുമ്പ് ഫുട്ബോൾ നമ്മുടെ മലയാള സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിൽ തന്നെ ഫുട്ബോൾ മത്സരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ പിറന്നിട്ടുണ്ട്. അതിൽ അഭിനയിച്ചതാകട്ടെ നമ്മുടെ നിത്യഹരിത നായകൻ പ്രേംനസീറും. ഫുട്ബോൾ ചാമ്പ്യൻ എന്നാണ് ആ സിനിമയുടെ പേര്. 1973 പുറത്തിറങ്ങിയ പ്രശസ്ത സംവിധായകനായ AB രാജ് സംവിധാനം ചെയ്ത സിനിമയാണ് ഫുട്ബോൾ ചാമ്പ്യൻ. AB രാജ് എന്നത് പഴയ കാലത്തെ ആക്ഷൻ സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഒരു പ്രശസ്തനായ സംവിധായകനാണ്. പഴയ സിനിമാ കാലത്തെ ജോഷി എന്ന് നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ആക്ഷൻ സിനിമകളായാലും കുടുംബ സിനിമകളായാലും എല്ലാം തന്നെ വളരെ മനോഹരമായി സംവിധാനം ചെയ്യാൻ കഴിവുള്ള ഒരു സംവിധായകനായിരുന്നു AB രാജ്. അദ്ദേഹത്തിൻ്റെ കടുവായെ പിടിച്ച കിടുവ, അവൾ ഒരു ദേവാലയം തുടങ്ങി അനേകം സിനിമകൾ, മിക്കതിലും പ്രേംനസീർ തന്നെ നായകൻ, വലിയ ഹിറ്റായി മാറിയിട്ടുണ്ട്. പ്രശസ്ത ഹോളിവുഡ് സംവിധായകനായ ഡേവിഡ് ലീനിൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിക്കാനുള്ള ഒരു ഭാഗ്യം AB രാജിന് ലഭിച്ചു എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാവുക. ഡേവിഡ് ലീൻ പോലെയുള്ള ഹോളിവുഡിലെ ഏറ്റവും മികച്ച സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു മലയാളിക്ക് കഴിയുക എന്നത് അക്കാലത്ത് ചിന്തിക്കുന്നതിനും അപ്പുറമായിരുന്നു. ഇന്ന് ക്രിസ്റ്റഫർ നോളന്റെ കൂടെ വർക്ക് ചെയ്യാൻ നമ്മുടെ ഒരു സംവിധായകന് അവസരം കിട്ടുക എന്ന് ചിന്തിക്കുന്നതിലും എത്രയോ ബുദ്ധിമുട്ടായിരുന്നു 70കളിൽ ഒരു ഹോളിവുഡ് സംവിധായകന്റെ കീഴിൽ വർക്ക് ചെയ്യുക എന്നുള്ളത്. അതിന് ഭാഗ്യം സിദ്ധിച്ച ഒരു സംവിധായകനാണ് AB രാജ്. ഇതിലെ നായകനാണ് പ്രേംനസീർ. അദ്ദേഹം ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരനുമാണ്. മാത്രമല്ല, ഈ സിനിമയിൽ അദ്ദേഹം ഡബിൾ റോളിലാണ് അഭിനയിക്കുന്നത്. വീരസ്വാമി എന്ന ഒരു തമിഴ്നാട്ടുകാരനായും ഇദ്ദേഹം ഇതിൽ വരുന്നുണ്ട്. വളരെ രസകരവും ഉദ്യോഗമുണർത്തുന്നതുമായ ഒരുപാട് രംഗങ്ങളെല്ലാമുള്ള ഒരു മികച്ച എൻ്റർടൈനർ തന്നെയാണ് ഈ സിനിമ. 2 ഫുട്ബോൾ ക്ലബ്ബ് ഉടമകളാണ് അടൂർ ബാസിയും ആലും മൂടനും. അടൂർ ബാസിയുടെ ക്ലബ്ബാണ് ABK ഇൻഡസ്ട്രീസിൻ്റെ കേരള ടൈഗേഴ്സ്. വേൾഡ് ഓഫ് പ്ലാസ്റ്റിക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് ആലുമൂടൻ. ആ കമ്പനിയുടെ ക്ലബ്ബാണ് വേൾഡ് ചാലഞ്ചേഴ്സ്. ഇവർ ബദ്ധശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ക്ലബ്ബുകളും തമ്മിലുള്ള മത്സരവും വളരെ ആവേശകരമായി മാറാറുമുണ്ട്. ഇതിൽ പ്രേംനസീർ ആകട്ടെ വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്ന് ജനിച്ച ഒരു മികച്ച കളിക്കാരനാണ്. പ്രേംനസീർ ഈ ക്ലബ്ബുകളിൽ ഒന്നിൻ്റെ കളിക്കാരനായി മാറുന്നതും
അദ്ദേഹത്തിൻ്റെ മികച്ച കളി കൊണ്ട് ആ ക്ലബ്ബ് എതിർ ക്ലബിനെ പല പ്രാവശ്യം തോൽപ്പിക്കുന്നതും അത് ക്ലബ്ബുകൾക്കിടയിലും മാനേജർമാർക്കിടയിലും ഉണ്ടാക്കുന്ന വൈരാഗ്യവും സംഘട്ടനങ്ങളുമൊക്കെയാണ് ഇതിൻ്റെ പ്രമേയം. വലിയ ആൾക്കൂട്ടമുള്ള സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന 4ഓളം ഫുട്ബോൾ മത്സരങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒരു പക്ഷേ അക്കാലത്തൊന്നും ചിന്തിക്കാവുന്നതിനും അപ്പുറമായിരുന്നു ഇത്രയും ആൾക്കൂട്ടങ്ങളെ വെച്ചുകൊണ്ട് ഒരു സിനിമ ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. സ്റ്റേഡിയത്തിലെ ജനങ്ങളുടെ ആർപ്പുവിളികളും കരഘോഷങ്ങളും മൈതാനത്തെ ഫുട്ബോൾ കളിക്കാരുടെ പോരാട്ടവീര്യവും ഫുട്ബോളിൻ്റെ കളി സൗന്ദര്യവുമെല്ലാം അല്പം പോലും നഷ്ടപ്പെടാത്ത നമ്മെ ആവേശഭരിതമാക്കുന്ന രീതിയിലാണ് ക്യാമറ ഈ സിനിമയിൽ ഒപ്പിയെടുത്തിരിക്കുന്നത്. കളിക്കാരുടെ ചടുലമായ നീക്കങ്ങളെ പല ആംഗിളുകളിൽ നിന്നും എടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ ടി വിയിൽ ഒരു മത്സരം കാണുന്ന ആ ഒരു ആവേശത്തോടു കൂടി അക്കാലത്ത് തന്നെ ഈ സിനിമയിലെ ഫുട്ബോൾ മത്സരങ്ങൾ പ്രേക്ഷകരിലെത്തിക്കാൻ ഇതിൻ്റെ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നു. പ്രേംനസീറിനോടൊപ്പം KP ഉമറും ഇതിലെ ഒരു പ്രധാന താരമായിരുന്നു. KP ഉമർ പഴയ കാലത്തെ നല്ലൊരു ഫുട്ബോൾ കളിക്കാരനായിരുന്നു എന്നത് അദ്ദേഹത്തിന് ഈ സിനിമയിൽ വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട്. KP ഉമറിൻ്റെ മൂവ്മെൻറ്റുകളും പന്തടക്കവുമെല്ലാം വളരെ ഭംഗിയായി ക്യാമറ പകർത്തിയിട്ടുണ്ട്. പ്രേംനസീറിൻ്റെ ഒക്കെ ഒരു യൗവനകാലമായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പന്തുമായുള്ള ഓട്ടവും എല്ലാം ഒരു മികച്ച ഫുട്ബോൾ കളിക്കാരൻ എന്ന പോലെ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹവും വിജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിലെ കാണികളുടെ ആർപ്പുവിളികളും തമാശകളും എല്ലാം ചേർത്തിണക്കിയ ഫുട്ബോൾ മത്സര രംഗങ്ങൾ പ്രേക്ഷകരെ അക്കാലത്ത് വളരെയധികം ആകർഷിച്ചിരുന്നു. 70കളെല്ലാം നമുക്കറിയാം, TV ഒന്നുമില്ലാത്ത കാലത്ത് ഫുട്ബോൾ എന്നത് സ്റ്റേഡിയത്തിലിരുന്ന് നേരിട്ട് മാത്രം കണ്ടു പരിചയമുള്ള പ്രേക്ഷകരുടെ മുന്നിൽ ക്ലോസപ്പുകളും മിഡിൽ ഷോട്ടുകളും ഫാസ്റ്റ് എഡിറ്റിങ്ങും ഒക്കെയായി മത്സരങ്ങൾ ഈ സിനിമയിലൂടെ പ്രേക്ഷകൻ കണ്ടപ്പോൾ അത് അക്കാലത്തെ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അതൊരു നവ്യാനുഭവം തന്നെ ആയിരുന്നു. പ്രേംനസീറിൻ്റെ മികച്ച കളി കാരണം അവസാനം പ്രേംനസീറിനെ ഒളിപ്പിച്ച് ഡ്യൂപ്പിനെ ഇറക്കിക്കൊണ്ട് കളിപ്പിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങളുമെല്ലാം ഈ സിനിമയെ കൂടുതൽ ഉദ്യോഗജനകമാക്കി മാറ്റുന്നുമുണ്ട്. ശ്രീകുമാരൻ തമ്പി എഴുതിയ ഏതാനും മികച്ച ഗാനങ്ങൾ ഈ സിനിമയിലുണ്ട്. മറ്റൊരു പ്രത്യേകതയുള്ളത് ഇന്നസെന്റ് ഈ സിനിമയിൽ ഒരു ഫുട്ബോൾ കളിക്കാരനായി അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു സീനിൽ അദ്ദേഹത്തിന് ഒരു ഡയലോഗ് പറയാനുമുണ്ട്. ഈ സീനിനെ പറ്റി ഇന്നസെന്റ് ഒരിക്കൽ ഈ ഡയലോഗ് പറഞ്ഞതിൻ്റെ പേരിൽ തനിക്ക് 10 രൂപ അധികം കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇതിലെ ഒരു മത്സര രംഗത്ത് പ്രശസ്ത സ്പോർട്സ് ലേഖനായ ബാസി മലാപ്പറമ്പ് ഒരു റെഫറിയായി വരുന്നതായി അനൗൺസ് ചെയ്യുന്നതും കാണാം. പ്രശസ്ത നിർമ്മാതാവായ TE വാസുദേവനാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കഥയും തിരക്കഥയും അദ്ദേഹത്തിൻ്റെ തന്നെയാണ്. എന്നാൽ അദ്ദേഹം അക്കാലത്ത് പല സിനിമകൾക്കും കഥയും തിരക്കഥയും എല്ലാം എഴുതിയിട്ടുണ്ടെങ്കിലും TE വാസുദേവൻ എന്ന പേരിന് പകരം V ദേവൻ എന്ന പേരാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. പ്രേംനസീറിൻ്റെ വളരെ ചുറുചുറുക്കോടെയുള്ള അഭിനയവും പ്രണയവും ഫുട്ബോളുമെല്ലാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് യൂട്യൂബിൽ ഈ സിനിമയുടെ ഒരു മികച്ച പ്രിൻ്റുണ്ട്. ഒരു 2.25 മണിക്കൂർ നേരം ഇപ്പോഴും യാതൊരു മടുപ്പുമില്ലാതെ കണ്ടിരിക്കാവുന്ന പ്രേംനസീർ സിനിമകളിൽ ഒന്നാണ് ഫുട്ബോൾ ചാമ്പ്യൻ. പ്രേംനസീറിനെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും ഇതൊരു സംതൃപ്തകരമായ ഒരു സിനിമ തന്നെയായിരിക്കും. മാത്രമല്ല 70കളിലൂടെ മനസ്സുകൊണ്ടൊരു യാത്ര നടത്താനും അക്കാലത്തെ നാടും ഫുട്ബോളും സ്റ്റേഡിയവും മൈതാനങ്ങളുമൊക്കെ നേരിൽ കാണാനുമുള്ള ഒരു അവസരം കൂടിയാണ് ഈ സിനിമ നമുക്ക് നൽകുക. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ സിനിമാ കമ്പത്തിൻ്റെ നമസ്കാരം.